റാംജി റാവു എന്നൊക്കെ പറഞ്ഞാൽ കഥാപാത്രം കുറേ വലിയ വലിപ്പമുള്ള ഒരാൾ, നമ്മുടെ നാട്ടുകാരനൊന്നും അല്ല. പിന്നെ ഈ കഥ പറഞ്ഞപ്പോൾ കുട്ടിയെ തട്ടിക്കൊണ്ട് പോയി അതിനെ വെച്ച് വില പറയുന്ന ഒരു ക്യാരക്ടറാണെന്നൊക്കെ പറഞ്ഞു. അപ്പം എൻ്റെ ശരീരഘടനയ്ക്കൊന്നും പറ്റുന്ന സാധനമല്ല ഈ പറഞ്ഞു, ഒരു വലിയ വലിപ്പമുള്ള ആളായിരിക്കണം. അങ്ങനെ ഓരോ നമുക്ക് നെഗറ്റീവായിട്ടൊരു കാര്യം തോന്നും, എനിക്കിങ്ങനെ പറ്റും, ഞാൻ ഇങ്ങനെ ചെയ്യും എന്നൊക്കെ തോന്നലുണ്ടാവും. അപ്പം അങ്ങനെയാണ് ഞാൻ അവിടെ ചെന്നപ്പം സിദ്ധിക്ക് ഒരു മനസ്സിൽ വല്ല പ്ലാനും ഉണ്ട്, എന്തെങ്കിലും ഒരു പ്രത്യേക രൂപം വല്ലതും. അങ്ങനെയാണ് ഞാൻ എൻ്റെ മുടി കുറച്ച് പുറകോട്ട് പഠിച്ചു. തലമുടി അന്ന് ഈ ജെല്ലൊന്നുമില്ല, മുട്ടയുടെ വെള്ള എടുത്തിട്ട് ഇങ്ങനെ മുടിയെ തേച്ചു, അത് പുറകോട്ട് ചീകി വടി പോലെ ആകും. ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും ആന പിടിച്ചാൽ അനങ്ങില്ല, അതുപോലെ നിൽക്കും, കമ്പി പോലെയാണ്. അപ്പം അങ്ങനെ ചീകി മീശൊന്ന് ഡ്രോപ്പ് ചെയ്തു, കൃതാവ് ഡ്രോപ്പ്, അങ്ങനെ രണ്ടു കാര്യങ്ങളൊക്കെ. അപ്പം എൻ്റെ മനസ്സിലുള്ളൊരു രൂപം ഉണ്ടായിരുന്നു. അപ്പോൾ അത് പറഞ്ഞ മേക്കപ്പ് മാൻ മണിച്ചേട്ടനായിരുന്നു, അദ്ദേഹം അത് ചെയ്തു തന്നു. അപ്പോൾ എനിക്ക് കോൺഫിഡൻസ് തോന്നി. പിന്നെ ഈ പറഞ്ഞ ഡ്രസ്സൊക്കെ ഈ സിദ്ദിഖ് ലാലിൻ്റെ ഷർട്ടാണ് മേടിച്ചിട്ട് ഞാൻ. പിന്നെ ക്യാമറാമാൻ വേണുവിൻ്റെ ഒരു കീറിയ ജീൻസ്, അന്നത്തെ ഫാഷനാണ് ജീൻസ്, അത് ഞാൻ മേടിച്ചിട്ടു. അങ്ങനെയാണ് റാംജി റാവു എന്നുള്ള കഥാപാത്രം ഉണ്ടാകുന്നത്.